ഇന്ത്യൻ ഫുട്ബോളിനും ISL ആരാധകർക്കും സുപരിചിതനാണ് ഇന്നത്തെ അതിഥി. പ്രത്യേകിച്ച് നോക്കൌട്ട് മത്സരങ്ങളിൽ ISLൻ്റെ സെമിഫൈനലിൽ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോളുകളിൽ ഒരെണ്ണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോളടിച്ച താരമാണ്. തൃശ്ശൂർ മാജിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടറായി ഈ സീസണിലും ഇതിനു മുമ്പുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുശാന്ത് മാത്യു, സ്വാഗതം. എങ്ങനെയാണ് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു മത്സരം, നോക്കൌട്ട് മത്സരത്തിന് ഒരുങ്ങുന്ന താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്? ഒബിയസ്ലി പ്ലെയേഴ്സ് മോട്ടിവേറ്റഡ് ആണ്. നമുക്കറിയാം, മാച്ച് ബൈ മാച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം ഫ്രം ദ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നല്ലൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് വന്നു. നമുക്കറിയാം, ഗ്രൂപ്പ് സ്റ്റേജിലും നമ്മൾ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചു. ആദ്യം ഞങ്ങൾക്ക് കുറേ എവേ മത്സരങ്ങളായിരുന്നു. അതിൽ പ്ലെയേഴ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഞങ്ങൾക്ക് നല്ലൊരു യൂണിറ്റിയോട് കൂടി കളിക്കാൻ കഴിഞ്ഞു. പിന്നെ നല്ലൊരു കോച്ചിനെ ഞങ്ങൾ ആദ്യം ഹയർ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. അപ്പോൾ ആ കോച്ചിൻ്റെ ഒരു പ്രൊഫഷണലിസം ഈ ടീമിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. കൂടാതെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ജോപോൾ അഞ്ചേരി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ എന്താ പറയുക, ആഗ്രഹം തോന്നുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന ഒരു ആളാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ജോപോൾ അഞ്ചേരി എന്ന് പറഞ്ഞ ലെജൻഡായിട്ടുള്ള കോച്ച്. അപ്പോൾ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ പ്ലെയേഴ്സ് ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവുകയാണ്. പിന്നെ നമ്മളെ കോച്ചിൻ്റെ ഒരു സ്ട്രാറ്റജി പ്ലെയേഴ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കോച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഓരോ മാച്ചിനും അവരെ വേണ്ട വിധത്തിൽ ഷാർപ്പാക്കി നിർത്താൻ കോച്ച് വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ സംബന്ധിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും നല്ലൊരു കോച്ചിങ് സ്റ്റാഫുകളെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ജോലി കുറവായിട്ടാണ് വരുന്നത്. കാരണം ദിലീപ് മോഹനായാലും, അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ദിലീപ് മോഹനായാലും നമുക്കറിയാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങും വളരെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ പ്ലെയേഴ്സ് അത് മനസ്സിലാക്കുന്നു. കാരണം ഒരു ക്വാളിറ്റിയുള്ള കോച്ചിങ് സ്റ്റാഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്ലെയേഴ്സിന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല, ഞങ്ങളെ ടീമിൻ്റെ ഒരു യൂണിറ്റി ഒരു എക്സ്ട്രാ സ്പെഷ്യലാണ്. ഞങ്ങളെ ബോസ് ആയാലും, ലിസ്റ്റിൻ സ്റ്റീഫൻ ആയാലും, ഇപ്പോൾ ജസ്റ്റിൻ സ്റ്റീഫൻ ആയാലും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പ്ലെയേഴ്സിന് ഈ ഒരു മാച്ച് ബൈ മാച്ച് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല.